നമസ്കാരം സുഹൃത്തുക്കളെ, ടേൽസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് ആചാര്യ ചാണക്യൻ്റെ തത്വങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളെക്കുറിച്ചാണ്. ആചാര്യ ചാണക്യൻ്റെ ബുദ്ധിയും വിവേകവും ഇന്നും ചർച്ചാ വിഷയമാണ്. ഈ തത്വങ്ങൾ ജീവിത വിജയത്തിനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സ്വഭാവഗുണം വളർത്തുന്നതിനും വേണ്ടിയുള്ളതാണ്. ബന്ധങ്ങൾ എങ്ങനെ പരീക്ഷിക്കണം, എങ്ങനെയുള്ള ആളുകളുമായി കൂട്ടുകൂടണം എന്നതിനെക്കുറിച്ച് ചാണക്യൻ വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകുന്നുണ്ട്. ചാണക്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു തൊഴിലാളിയെ അവധി സമയത്ത് വേണം പരീക്ഷിക്കാൻ. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പ്രതിസന്ധി കാലത്ത് പരീക്ഷിക്കണം. എന്നാൽ ഭാര്യയെയാകട്ടെ ദാരിദ്ര്യകാലത്ത് വേണം പരീക്ഷിക്കാൻ. അതായത് മനുഷ്യൻ്റെ യഥാർത്ഥ മുഖം സുഖസമയങ്ങളിൽ അല്ല, കഷ്ടസമയങ്ങളിലാണ് പ്രത്യക്ഷമാകുന്നത്. ഒരു തൊഴിലാളി ജോലി ലഭിക്കുമ്പോൾ നമ്മളോട് അതിയായി കൂറ് കാണിക്കുന്നതായി തോന്നാം. പക്ഷേ അവധിയിലോ അലസ സമയത്തോ അദ്ദേഹം തൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്ത ബോധം കാണിക്കും. സുഹൃത്തുക്കളും ബന്ധുക്കളും ധനം, സ്ഥാനം, സുഖം എല്ലാം ഉള്ളപ്പോൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാകും. പക്ഷേ കഷ്ടതകളിൽ ആരാണ് തൊട്ടു നിൽക്കുന്നത്? അവരാണ് യഥാർത്ഥ ബന്ധങ്ങൾ. ഉദാഹരണമായി, മഴയില്ലാതെ വേനൽക്കാലത്ത് മാത്രമാണ് വെള്ളത്തിൻ്റെ ഒരർത്ഥം മനസ്സിലാക്കുന്നത്. അതുപോലെ പ്രതിസന്ധിയിലാണ് ബന്ധങ്ങളുടെ ഗൗരവം നമുക്ക് മനസ്സിലാകുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കൂട്ടുകെട്ട്. തെറ്റായ ബന്ധങ്ങൾ ഒറ്റപ്പെടുന്നതിനേക്കാൾ അപകടകരമാണ് എന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. മോശം സുഹൃത്തുക്കൾ, മോശമായ ഭാര്യ, മോശം വിദ്യാർത്ഥി എന്നിവരുമായി കഴിയുന്നതിനേക്കാൾ ഒറ്റയ്ക്കിരിക്കുകയാണ് നല്ലത്. കാരണങ്ങൾ വളരെ വ്യക്തമാണ്. മോശം ബന്ധങ്ങൾ ജീവിതത്തെ നശിപ്പിക്കുന്നു. അവ നിങ്ങളുടെ മൂല്യങ്ങൾ, മനസ്സ്, ദിശ എല്ലാം തകർക്കും. ഒരു വിഷമുള്ള ചെടി എത്ര പച്ചയായാലും അതിൽ നിന്ന് ഭക്ഷണം ലഭിക്കില്ല. അതുപോലെ വിഷമുള്ള ബന്ധങ്ങൾ ജീവിതത്തിൻ്റെ തിളക്കം മങ്ങിയേക്കും. ഉദാഹരണമായി, നല്ല സുഹൃത്തുക്കൾ നിങ്ങളെ ഉയർത്തും. മോശം സുഹൃത്തുക്കൾ നിങ്ങളെ താഴേക്ക് വലിക്കുവാനാണ് ശ്രമിക്കുക. ശരിയായ കൂട്ടുകെട്ട് ആത്മവികാസത്തിനും തെറ്റായ കൂട്ടുകെട്ട് നാശത്തിനും വഴിതിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സൗഹൃദ ബന്ധത്തിലെ സത്യം എന്നത്. ഓരോ സൗഹൃദത്തിന് പിന്നിലും ചില സ്വാർത്ഥ താല്പര്യങ്ങൾ കാണാം. സ്വാർത്ഥതയില്ലാത്ത സൗഹൃദം നിലനിൽക്കുന്നില്ല. ഇത് ഒരു കൈപ്പേറിയ സത്യം മാത്രമാണ്. ഇത് കേൾക്കുമ്പോൾ കഠിനമായി തോന്നാമെങ്കിലും അതിൽ വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. മിക്ക ബന്ധങ്ങളും ഏതെങ്കിലും തരത്തിൽ ആവശ്യങ്ങളിലൂടെയാണ് നിലനിൽക്കുന്നത്. മാനസികമായോ സാമൂഹികമായോ സാമ്പത്തികമായോ. അതുകൊണ്ട് മനുഷ്യബന്ധങ്ങളിൽ സ്വാർത്ഥതയെ തിരിച്ചറിയുക അത്യാവശ്യമാണ്. എങ്കിലും അതെല്ലാം മോശമെന്നല്ല. ചില ബന്ധങ്ങൾ പരസ്പര ഗുണത്തിനായി നിലനിൽക്കുന്നവയാണ്. അങ്ങനെയുള്ളത് ആരോഗ്യകരമാണ്. ഉദാഹരണമായി, ഒരാൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അവന് പ്രയോജനമുള്ളപ്പോൾ മാത്രമാണെങ്കിൽ അത് സൗഹൃദമല്ല, അതൊരു ഇടപാടാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല കൂട്ടുകെട്ടിൻ്റെ സ്വാധീനം എന്നുള്ളത്. ഇത് ചാണക്യൻ്റെ ഏറ്റവും മനോഹരമായ ഉപമകളിൽ ഒന്നാണ്. വെള്ളം പാലുമായി കലർന്നാൽ അതിന് പാലിൻ്റെ ഗുണങ്ങളും നിറവും കിട്ടും. അതുപോലെ നല്ല മനുഷ്യരുടെ സാന്നിധ്യത്തിൽ നമ്മളും നന്മയിലേക്ക് വളരും. ഉദാഹരണമായി, ഒരു നല്ല ഗുരുവിൻ്റെ കൂട്ടിൽ വിദ്യാർത്ഥി ശാസ്ത്രീയമായും മാനസികമായും വളരും. അതുപോലെ നല്ല കൂട്ടുകാർ ആന്തരികമായി നമ്മെ മാറ്റും. നന്മയും പോസിറ്റീവ് എനർജിയും പകരുന്ന ആളുകളാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നിക്ഷേപം എന്നുള്ളത്. വേറെ ഒന്നാണ് സൗന്ദര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നത് ഇങ്ങനെയാണ്: ശരീര സൗന്ദര്യമുള്ള സ്ത്രീക്ക് ഒരു രാത്രിയുള്ള സന്തോഷം മാത്രമേ നൽകാൻ കഴിയൂ. ഹൃദയ സൗന്ദര്യമുള്ള സ്ത്രീക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷം തരാൻ കഴിയും. ഇത് ബന്ധങ്ങളുടെ ആത്മീയതയെക്കുറിച്ചുള്ള ആഴമുള്ള ചിന്തയാണ്. സൗന്ദര്യം കാലാവധി ഉള്ളതാണ്, പക്ഷേ സ്വഭാവം ശാശ്വതമാണ്. ഉദാഹരണമായി, മനോഹരമായ പുഷ്പം ദിവസങ്ങൾക്കകം ഉണങ്ങും, പക്ഷേ അതിൻ്റെ സുഗന്ധം ഓർമ്മയിൽ തുടരും. അതുപോലെ ഹൃദയ സൗന്ദര്യമുള്ള വ്യക്തിയുടെ സ്നേഹം ജീവിതകാലം മുഴുവൻ ആശ്വാസം നൽകും. അടുത്തതായുള്ള ഒരു പോയിന്റാണ് സത്യം പറയുന്നവരെ കുറിച്ചുള്ളത്. ചാണക്യൻ പറയുന്നു, ഈ ലോകത്ത് 2 പേരാണ് നിങ്ങളെക്കുറിച്ച് സത്യം പറയുക: നിങ്ങളുടെ ശത്രുവും നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സുഹൃത്തും. ശത്രു സത്യം പറയുന്നത് അവൻ്റെ ക്രോധം കൊണ്ടാണ്. സ്നേഹിതൻ പറയുന്നത് അവൻ്റെ കരുതൽ കൊണ്ടാണ്. 2 പേരും നിങ്ങളെക്കുറിച്ച് അസൗകര്യമായ സത്യങ്ങൾ പറഞ്ഞേക്കും. അതുകൊണ്ട് അവരുടെ വാക്കുകൾ വിലമതിക്കുക. കാരണം അത് വളർച്ചയുടെ കണ്ണാടിയാണ്. ഉദാഹരണമായി, ഒരാൾ നിങ്ങളോട് തുറന്നു പറയുന്നവനാണെങ്കിൽ അവനെ നഷ്ടപ്പെടുത്തരുത്. കാരണം മിക്കവരും പിറകിൽ നിന്ന് മാത്രമേ സംസാരിക്കൂ. നിങ്ങളുടെ കുറ്റവും കുറവും നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അടുത്തതായുള്ള ഒരു ഉപദേശമാണ് അകലം പാലിക്കേണ്ട ആളുകളെക്കുറിച്ച്. അഹങ്കാരം ഉപേക്ഷിക്കുവാൻ കഴിയാത്ത ചില ആളുകൾ ഈ ലോകത്തുണ്ട്. അവർ ബന്ധം ഉപേക്ഷിക്കുവാൻ മടിക്കില്ല.
അങ്ങനെയുള്ളവരിൽ നിന്നും അകന്ന് നിൽക്കുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ രഹസ്യങ്ങൾ അത് ആരുമായി പങ്കുവെക്കാതിരിക്കുക. അത് നിങ്ങളെ നശിപ്പിക്കുകയേ ഉള്ളൂ. ചാണക്യൻ്റെ അവസാന മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: നിന്റെ രഹസ്യങ്ങൾ ആരുമായി പങ്കുവെക്കരുത്, അത് നിന്നെ നശിപ്പിക്കും. മനുഷ്യർ ഇന്ന് വിശ്വാസം എന്ന പേരിൽ വളരെ എളുപ്പത്തിൽ ഹൃദയം തുറക്കുന്നു. പക്ഷേ ലോകം എല്ലായ്പ്പോഴും അത്ര കരുണാമയമല്ല. ഒരു നിമിഷം പറഞ്ഞ വാക്ക് പിന്നീട് ആയുധമായി മാറിയേക്കാം. ഉദാഹരണം, സ്വന്തം രഹസ്യം മറ്റൊരാൾക്ക് പറയുന്നത് അവൻ്റെ നിയന്ത്രണത്തിലാക്കുന്നതാണ്. അതുകൊണ്ട് മൗനം ചിലപ്പോൾ സുരക്ഷയാണ്. വിശ്വാസം വെച്ചാലും ഒരു പരിധി വേണം. എല്ലാം തുറന്നു പറയേണ്ടതില്ല. സ്വഭാവവും പെരുമാറ്റ രീതികളും എന്നതിനെക്കുറിച്ച് ചാണക്യൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നതും അർത്ഥവത്തായതുമായ ഒന്നാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കഴിവാണ് പ്രധാനം. ശരീരം, രൂപം, സൗന്ദര്യം എന്നിവയുടെ പിറകിൽ അല്പം മാത്രമാണ്. യഥാർത്ഥത്തിൽ തന്നെ പ്രാധാന്യം കാണിക്കുന്നത് നിങ്ങളുടെ കഴിവും ആത്മവിശ്വാസവുമാണ്. ഭൗതിക രൂപം നേരത്തെ ശ്രദ്ധിക്കപ്പെടാം, പക്ഷേ അതൊരു താൽക്കാലികമായതാണ്. ദീർഘകാലത്തിൽ നിങ്ങൾ പറഞ്ഞതും ചെയ്തതും മാത്രം വിലമതിക്കപ്പെടും. കഴിവ് എന്നത് ഒരു വ്യക്തിയുടെ ശില്പശക്തിയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒരുപാട് പേർക്ക് ആശ്രയം നൽകുന്നതുമാണ്. ആത്മവിശ്വാസം ആ കഴിവ് പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നു. വഞ്ചന ഒഴിവാക്കുവാനുള്ള ചാണക്യൻ്റെ ഉപദേശം അതിശ്രേഷ്ഠമാണ്. ലോകം മുഴുവനായി സത്യസന്ധമായിരിക്കണം എന്ന് നമ്മൾ പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ അധിക സത്യസന്ധത അപകടത്തിന് വഴി തുറക്കും. സത്യസന്ധത നല്ലതാണ്, പക്ഷേ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്നും നിദാനമുണ്ടാകണമെന്നും ചാണക്യൻ പറയുന്നു. എല്ലാ സന്ദർഭങ്ങളിലും നാം പൂർണ്ണമായും തുറന്നു സംസാരിക്കണമെന്നില്ല. ചില സാഹചര്യങ്ങൾ നമ്മുടെ പ്രതിഭാസങ്ങൾ നമ്മെ ദുർബലനാക്കും. അതുകൊണ്ട് ജ്ഞാനത്തോടെ സത്യസന്ധത ഉപയോഗിക്കുക. ഒരു ഉദാഹരണമായി, സൗഹൃദ ബന്ധങ്ങളിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറയണമെന്നില്ല. ചില കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ അത് ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വിശ്വാസത്തിനും സുരക്ഷയ്ക്കും ഒരു അതിശയകരമായ സമതോലനം ആവശ്യമുണ്ട്. സത്യം പറയുമ്പോൾ നിന്റെ ഗുണനിലവാരവും പ്രത്യാഘാതങ്ങളും കണക്കിലെടുക്കുക. അടുത്തതായുള്ളത് അഹംഭാവമാണ്. അഹങ്കാരത്തിൽ മുങ്ങിയ മനുഷ്യൻ തൻ്റെ പിഴവുകളും മറ്റുള്ളവരുടെ നല്ലതും കാണാറില്ല. അഹംഭാവം ഒരു കണ്ണടയാണ്. അത് നിങ്ങൾക്ക് മറക്കാൻ ഇടവരുത്തുന്നു. നിങ്ങൾക്ക് ശരിയായ നിർദ്ദേശങ്ങളോ വളർച്ചയ്ക്കുള്ള വഴികളോ കാണാനാകില്ല. ഈ സ്ഥിതി സമീപവാസികളുടെയും ബന്ധങ്ങളുടെയും കരുതൽ നഷ്ടപ്പെടും. ഉദാഹരണമായി, അഹംഭാവമുള്ള ഒരു മാനേജർ ടീമിന് നിർദ്ദേശം സ്വീകരിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നു. ഫലമായി ടീം മോശമായി പ്രവർത്തിക്കുവാൻ ഇടവരുന്നു. സ്വയം പ്രതിക്രിയയ്ക്ക് എപ്പോഴും അവസരം നൽകുക. വിമർശനത്തിന് തുറന്നിരിക്കുവാൻ ദൈനംദിനമായി ചോദ്യങ്ങൾ ചോദിക്കുക. സത്യസന്ധതയും ധനവും എന്നുള്ളത് ചാണക്യൻ്റെ പ്രധാനപ്പെട്ട ഒരു തന്ത്രം തന്നെയാണ്. സത്യസന്ധമായി നേടിയ വരുമാനം സന്തോഷം നൽകുകയും വഞ്ചനയിലൂടെ നേടിയ സമ്പാദ്യം ദുഃഖം നൽകുകയും ചെയ്യുന്നു. നമ്മൾക്ക് പല രീതിയിൽ ധനം ലഭിക്കുവാൻ ഇടയുണ്ട്. പക്ഷേ അതിൻ്റെ ആഴത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നുണ്ടോ, ആ പണം മൂലം നമുക്ക് ശാന്തി ലഭിക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതായത്, അനീതി വഴി സമ്പാദ്യം ചെയ്താൽ അതിൻ്റെ ഗുണലഭ്യം നന്മയോ ആനന്ദമോ നൽകാറില്ല. മറിച്ച് ഭാവിയിൽ അതിൻ്റെ ഫലങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. നിത്യജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നയം അത് എന്താണ്, നമുക്കത് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. അതിന് പിന്നിലുള്ള ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കണം. സത്യസന്ധതയിലൂടെ നേടുന്ന പണമേ നമ്മുടെ കയ്യിൽ നിലനിൽക്കുകയുള്ളൂ. തെറ്റായ രീതിയിൽ ഉണ്ടാക്കുന്ന പണം നമ്മൾക്ക് നല്ല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കണമെന്നില്ല. അടുത്തതായുള്ളത് ശുദ്ധമായ മനസ്സുകളെ കുറിച്ചാണ്. സമചിത്തത, സംതൃപ്തി, ദയ എന്നിവയുടെ ഉപമകളിലൂടെ മനസ്സിന്റെ ശുദ്ധി ഏറ്റവും വലിയ തപസ്സാണ്. ഒരു മനസ്സ് ശുദ്ധമായിരിക്കുമ്പോൾ അതിന് നിർണായകരമായ ആന്തരിക ശക്തി ഉണ്ടാകും. ഇത് ഉപദേശങ്ങളിലല്ലാതെ തന്നെ മനുഷ്യനെ നയിക്കും. മറ്റൊരാൾക്ക് നൽകേണ്ട കർമ്മമുണ്ടോ എന്ന് ചോദിക്കാതെ ചെയ്യാൻ നയിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ ചെറിയ ധ്യാനവും ചിന്താവിഷയങ്ങളും കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കുക. ഉണർവോടെ ജീവിതം നയിക്കുവാൻ ഇത് സഹായിക്കും. ആശയവിനിമയം, വിമർശനം, മൗനം, വിശദീകരണം, ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചാണക്യനീതിയിൽ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് മുഖസ്തുതി എളുപ്പം നമുക്ക് കുഴക്കുവാൻ സാധിക്കും. സത്യമായുള്ള കാരണം ചിലപ്പോൾ വേദനാജനകമായേക്കാം. എന്നാൽ നീതി അറിയിക്കാൻ സത്യമാണ് ആവശ്യമായിട്ടുള്ളത്. അതായത്, എന്താണ് സത്യം, എന്താണ് നുണ എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് മുഖസ്തുതി പറയുന്ന ആളുകളെയാണ് ഇഷ്ടം. എന്നാൽ സത്യം പറയുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. നമുക്ക് എല്ലാവർക്കും സംസാരിക്കുവാനും അഭിപ്രായം പറയുവാനും ഇഷ്ടമുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ മിണ്ടാതിരിക്കുക തന്നെ ഏറ്റവും ശക്തമായ മറുപടിയാകുന്നു. ഇന്ന് നാം സംസാരിക്കുന്നത് ചാണക്യൻ പറഞ്ഞ ഈ പാഠങ്ങളെക്കുറിച്ചാണ്. സംസാരത്തിന്റെ ഫലം, പ്രതികരണങ്ങളുടെ ബുദ്ധി, അവഗണനയെ നേരിടുന്ന മൗനം എന്നിവ. ചാണക്യൻ പറയുന്നത് ഇങ്ങനെയാണ്:
മറ്റുള്ളവരുടെ രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവർ മാളത്തിൽ അലഞ്ഞു തിരിയുന്ന പാമ്പുകളെ പോലെ സ്വയം നശിക്കുന്നു. ഇതിന്റെ അർത്ഥം അതീവ ആഴമുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയുവാൻ വേണ്ടി പറയൽ എന്ന ശീലം വളർത്തിയിരിക്കുന്നു. ഒരു സുഹൃത്തിന്റെ രഹസ്യം മറ്റൊരാളോട് പറഞ്ഞാൽ അത് ഒരു ചെറിയ വിഷബിന്ദുവാണ്, പാമ്പിന്റെ വിഷം പോലെ. അത് ഒടുവിൽ നമ്മളുടെ വിശ്വാസ്യതയെ കൊല്ലും. ഒരു ഉദാഹരണമായി, ഒരു ജോലി സ്ഥലത്ത് ഒരാൾ മറ്റൊരാളുടെ സ്വകാര്യം കാര്യം ഗോസിപ്പാക്കി പ്രചരിപ്പിക്കുന്നു എന്ന് ധരിക്കുക. ആദ്യം അതൊന്നും പ്രശ്നമല്ലെന്ന് തോന്നിയിരിക്കും. പക്ഷേ ഒരിക്കൽ സത്യം പുറത്തു പറയുമ്പോൾ മുഴുവൻ ടീം തന്നെ ആ വ്യക്തിയിൽ നിന്ന് അകന്നു നിൽക്കും. അവിടെ വാക്കുപയോഗിച്ചത് ആയുധമായി, പക്ഷേ ആ ആയുധം തിരിച്ചു തന്നെ മുറിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയുവാനുള്ളത് മറ്റുള്ളവരെ വളർത്തുവാൻ സഹായിക്കുന്നതാണോ അല്ലെങ്കിൽ അവരെ തകർക്കുന്നതാണോ എന്ന ചോദ്യം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. പ്രതികരണങ്ങളിലൂടെ ബുദ്ധി. ചാണക്യന്റെ വാക്കുകൾ വളരെ ലളിതമാണ്. മറ്റൊരാൾ നിങ്ങളെ തെറി പിടിച്ചാൽ തിരച്ചു കുറിക്കാതെ പുഞ്ചിരിക്കുക. ഇത് ആത്മീയ നിയന്ത്രണത്തിന്റെ പരമാവധി രൂപമാണ്. അവൻ നിങ്ങളെ നിന്ദിക്കുമ്പോൾ നിങ്ങൾ പ്രതികരിച്ചാൽ അവൻ ജയിച്ചു, പക്ഷേ നിങ്ങൾ പുഞ്ചിരിച്ചാലോ അവൻ തോറ്റു. ഇത് എന്തുകൊണ്ട് പ്രധാനമാണ്? കാരണം നാം നമ്മുടെ മൂല്യം മറ്റൊരാളുടെ പെരുമാറ്റത്തിലൂടെ അളക്കരുത്. നമ്മുടെ പ്രതികരണം തന്നെയാണ് നമ്മുടെ ബുദ്ധിയുടെ തെളിവ്. ഒരു ഉദാഹരണമായി, ഒരാൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ അപമാനിക്കുന്നു എന്ന് കരുതുക. പലരും ഉടൻ പ്രതികരിക്കും, വാക്ക് തിരിച്ചടിക്കും. പക്ഷേ നിങ്ങൾ പുഞ്ചിരിച്ച് അവനെ അവഗണിച്ചാൽ ആ വ്യക്തിക്ക് തിരിച്ചടിക്കുവാൻ ഒന്നും ഉണ്ടാവില്ല. അവന്റെ നെഗറ്റിവിറ്റി അവന്റെ പക്കൽ തന്നെ കുടുങ്ങും. മൗനം ചിലപ്പോൾ ഏറ്റവും ബുദ്ധിപരമായ ഒരു മറുപടിയാണ്. അത് നിങ്ങളെ നിലനിർത്തുകയും മറ്റുള്ളവനെ അവന്റെ നിലയിൽ തന്നെ വിടുകയും ചെയ്യുന്നു. അടുത്തതായുള്ളത് അവഗണന നേരിടുമ്പോഴുള്ള മൗനമാണ്. ചാണക്യൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അവഗണിക്കപ്പെടുകയാണെങ്കിൽ മൗനം പാലിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാത്ത ഒരാൾക്ക് നിങ്ങളുടെ വാക്കുകളോ വികാരങ്ങളോ ഒന്നും മനസ്സിലാവാനാകില്ല. അവഗണന എന്നത് ചിലപ്പോൾ വലിയൊരു പാഠമാണ്. നിങ്ങളുടെ വില മനസ്സിലാക്കാത്തവരോട് നിങ്ങൾ ബലമായി നിങ്ങളുടെ സാന്നിധ്യം തെളിയിക്കേണ്ട ആവശ്യമില്ല. സമയമേ അവരുടെ കണ്ണ് തുറക്കുവാൻ കഴിവുള്ളതാണ്. കാരണം സമയം കഴിയുമ്പോഴും നിങ്ങളുടെ വില അവർക്ക് മനസ്സിലായിക്കൊള്ളും. ഒരു ഉദാഹരണമായി, ഒരു ബന്ധത്തിൽ, അതാവട്ടെ ഒരു സൗഹൃദമാകട്ടെ, ജോലിയാകട്ടെ, അല്ലെങ്കിൽ ഒരു പ്രണയമാകട്ടെ, നിങ്ങളുടെ പരിശ്രമം ആരും കാണുന്നില്ലെങ്കിൽ അതിന്റെ പരിഹാരം വാക്കുകളല്ല, മൗനമാണ്. അത് അവർക്ക് പറയാതെ തന്നെ നിങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ ഇടയാക്കും. മൗനം എന്നതൊരു നിസ്സഹായതയല്ല, അതൊരു ബുദ്ധിയുടെ ഭാഷയാണ്. സംസാരത്തിനും മൗനത്തിനും ഇടയിൽ ഒരു തുലനമുണ്ട്. വാക്കുകൾ കൊണ്ട് ലോകം മാറ്റാം, പക്ഷേ തെറ്റായ വാക്കുകൾ കൊണ്ട് നമ്മളെ തന്നെ നഷ്ടപ്പെടുത്താം. മൗനം നമ്മെ സംരക്ഷിക്കുന്നു, പാഠം പഠിപ്പിക്കുന്നു, ആത്മസമാധാനം നൽകുന്നു. ജീവിതത്തിൽ ചില വാക്കുകൾ പറയാതെ വെക്കുമ്പോഴാണ് നമ്മളുടെ മൂല്യം തിരിച്ചറിയുന്നത്. ആത്മവിശ്വാസം അത് മുഴങ്ങി പറയേണ്ടതല്ല, അകത്തുനിന്ന് തെളിയേണ്ടതാണ്. ആത്മവിശ്വാസവും മൂല്യവും എന്നുള്ളത് ചാണക്യൻ പറഞ്ഞ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായതാണ്. സ്വന്തം വില മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ നീ കാത്തു നിൽക്കേണ്ടതില്ല. നീ തന്നെ നിന്റെ മൂല്യം അറിയണം. നീ ഒരാളുടെ മുന്നിൽ എപ്പോഴും ലഭ്യമാകുന്നവനാണെങ്കിൽ നിന്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാകില്ല. ലഭ്യതയുടെ വില കുറയുമ്പോൾ വ്യക്തിയുടെ മൂല്യം കൂടി നഷ്ടമാകുന്നു. വിജ്ഞാനം, വിദ്യാഭ്യാസം ഇവയാണ് നമ്മളുടെ ഏറ്റവും വലിയ നിക്ഷേപങ്ങൾ. പണം നഷ്ടപ്പെട്ടാലും നമുക്ക് വീണ്ടെടുക്കാം, പക്ഷേ വിദ്യാഭ്യാസം ഒന്ന് നഷ്ടമായാൽ അതിന് പകരം നമുക്കൊന്നും വെക്കാനാകില്ല. വിദ്യയാണ് വ്യക്തിയുടെ സ്ഥിരമായ വില നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിഡ്ഢിയുടെ മുന്നിൽ നിന്റെ അറിവ് തെളിയിക്കുവാൻ നീ ശ്രമിക്കുന്നത് വെറുതെ സമയം കളയലാണ്. കാരണം മണ്ണിൽ വിതച്ച മുത്ത് പൊന്നായി വളരില്ല. സത്യമായ ആത്മവിശ്വാസം ശബ്ദമല്ല, അത് ഒരു മൗനമായ ശക്തിയാണ്. ഞാൻ വലിയവനാണ് എന്ന് പറയുന്നത് വളരെയധികം എളുപ്പമാണ്, പക്ഷെ ആ മഹത്വം വാക്കുകളിലല്ല, പ്രവൃത്തികളിലാണ് നാം കാണിക്കേണ്ടത്. ഒരു പുഷ്പം താൻ സുഗന്ധമുള്ളതെന്ന് പറയുന്നില്ല, അതിന്റെ ഗന്ധം തന്നെയാണ് അത് തെളിയിക്കുന്നത്. അതുപോലെ തന്നെ നിന്റെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കേണ്ടതില്ല, അത് ജീവിച്ചു കാണിക്കേണ്ടതാണ്. ജീവിതത്തിൽ വിലപ്പെട്ടവനായി തോന്നണമെങ്കിൽ എല്ലാവർക്കും ലഭ്യമാകരുത്. പക്വതയോടെ മൗനം പാലിക്കുക, അറിവോടെ സംസാരിക്കുക, ആത്മവിശ്വാസത്തോടെ ജീവിക്കുക. അതാണ് യഥാർത്ഥ മഹത്വം.